ഫണ്ടൂസ് നഗറിലെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയ 2 പേർക്ക് പുരസ്കാരം. വാവ്, ഇതെന്തായാലും ഉഗ്രനായിരിക്കും. ഞാൻ ചെന്നത് എന്റെ ഫ്രണ്ട്സിനോട് ചോദിക്കട്ടെ. എന്റെ കൂടെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ ആരായിരിക്കും വരുന്നത്? ഇപ്പൊ തന്നെ പോകാം. ഞാൻ ഇവനെ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല. ശരിക്കുള്ള പാർട്ട്ണറെ കിട്ടിയില്ലെങ്കിൽ കോമ്പറ്റീഷനിൽ എങ്ങനെ പങ്കെടുക്കും? ഹലോ കൂട്ടുകാരെ, നിങ്ങൾ എല്ലാവരും ഈ കോമ്പറ്റീഷനിൽ എന്റെ ടീമിന്റെ പാർട്ട്ണർ ആവുകയാണെങ്കിലേ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇമ്പോർട്ടന്റ് കളിപ്പാട്ടം സമ്മാനമായി തരാം. ഇമ്പോർട്ടന്റ് കളിപ്പാട്ടോ? എന്നാ ഞാൻ നിന്റെ പാർട്ട്ണർ ആവാം. നിങ്ങളിൽ ആർക്കെങ്കിലും എന്റെ പാർട്ട്ണറാവാൻ താല്പര്യമുണ്ടോ? സോറി, ഞാൻ ബിട്ടുവിന്റെ ടീമിലാ ചേരുന്നത്. ഞാൻ ബിജുവിന്റെ ടീമിലാ. സോറി കേട്ടോ, ആരും നിന്റെ പാർട്ട്ണർ ആവാൻ ഇഷ്ടപ്പെടുന്നില്ലല്ലോ. പക്ഷേങ്കിലേ കോമ്പറ്റീഷൻ കാണാൻ വരണം കേട്ടോ. എന്തായാലും ഞാനാ ജയിക്കാൻ പോന്നെ. എന്റെ അനന്തരവാ, ഇവിടെ ഞാനുണ്ടല്ലോ. ഞാൻ നിന്റെ കൂടെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാമല്ലോ. അനന്തരവന് അമ്മാവനേക്കാൾ വലിയ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടോ ഈ ലോകത്ത്? നിങ്ങൾ പറഞ്ഞത് ശരിയാ അമ്മാവാ, നിങ്ങൾ തന്നെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഞാനാണ് അനന്തരവൻ. ഞാനാണ് അമ്മാവൻ. അതെ അങ്കിള്, അനന്തരവനോടൊപ്പം അമ്മാവൻ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത് എങ്ങനാ? അതവന്റെ ഫ്രണ്ട് അല്ലല്ലോ, അവന്റെ അമ്മാവനല്ലേ. എന്റെ അമ്മാവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിക്കൂടാന്നുണ്ടോ? നീ പറഞ്ഞത് ശരിയാ അനന്തരവാ. അതല്ല, അമ്മാവൻ പ്രായത്തിലും ഒത്തിരി വലുതല്ലേ. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഈ കോമ്പറ്റീഷനിൽ യാതൊരു ഏജ് ലിമിറ്റും ഇല്ല പോലെ ആർക്കും പങ്കെടുക്കാം. ഒരു പക്ഷേയുമില്ല. അമ്മാവ അനന്തരവാ, നിങ്ങൾക്ക് ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പറ്റും. ഇനിയാണ് ഈ കളി രസമാകാൻ പോകുന്നത്. ഇത് കണ്ടു അനന്തരവാ, കൊതിയാവുന്നു. അതാ എന്റെ ഫേവറേറ്റ് ആയ ജിലേബി എടുത്തു വെച്ചിരിക്കുന്നു. ഞാനൊന്ന് സ്വാദ് നോക്കട്ടെ. അയ്യോ അമ്മാവ, ഇപ്പൊ വേണ്ട. നമുക്കാദ്യം കളിയുടെ കാര്യം ശ്രദ്ധിക്കാം. ഏത് വിധേനയും നമ്മൾ ജയിച്ചേ പറ്റൂ. ആദ്യത്തെ റൗണ്ടിൽ ടീമിലെ ഒരു മെമ്പറിന് ടെന്നീസ് ബോൾ നൽകും. കൂടാതെ രണ്ടാമത്തെ ടീം മെമ്പറിന്റെ കാലിൽ ഒരു ബക്കറ്റ് കെട്ടിവെച്ചിട്ടുണ്ടാകും. ഒന്നാമത്തെ ടീം മെമ്പർ ടെന്നീസ് ബോൾ എറിയേണ്ടതാണ്. അപ്പൊ രണ്ടാമത്തെ ടീം മെമ്പർ ആ ബോൾ മുഴുവനും ബക്കറ്റിന്റെ അകത്ത് വീഴ്ത്താൻ ശ്രമിക്കണം. പക്ഷെ വേറൊരു കാര്യം, കൈ ഉപയോഗിക്കാൻ പാടില്ല. ഇതിൽ ഏത് ടീമാണോ ഏറ്റവും കൂടുതൽ ടെന്നീസ് ബോൾ പിടിക്കുന്നത് അവരായിരിക്കും ഇതിൽ വിജയിക്കുന്നത്. റെഡി, സ്റ്റഡി, ഗോ. ഇവര് രണ്ടുപേരും ഇങ്ങനെ കളിച്ചോണ്ടിരുന്നോ ജയിച്ചു പോവല്ലോ. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ഇവരെങ്ങനെ ജയിക്കുമെന്ന് എനിക്ക് ഒന്നറിയണമല്ലോ. ഈ മാർബിൾസ് താഴെയിട്ട അമ്മാവൻ ഇത് ചവിട്ടി ഉരുണ്ട് വീണോളും. അങ്ങനെ അനന്തരവന് ജയിക്കാനും പറ്റില്ല. അയ്യോ, ഈ അമ്മാവൻ എന്താ പറ്റിയത്? ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ബിട്ടുവിന്റെ ടീം ബക്കറ്റിനകത്ത് വീഴ്ത്തിയിരിക്കുന്നത് 7 ബോളുകളാണ്. പിന്നെ അനന്തരവന്റെ ടീം വീഴ്ത്തിയിരിക്കുന്നത് 9 ബോളുകൾ. ഫസ്റ്റ് റൗണ്ടിലെ വിന്നേഴ്സ് ആണ് അനന്തരവനും അമ്മാവനും.
സെക്കൻഡ് റൗണ്ടിലെ ടീമിന് രണ്ടുപേരും ചേർന്ന് ഫുട്ബോൾ ദിഗിലുടെ പുറത്ത് വെച്ച് ബാലൻസ് ചെയ്യേണ്ടതാണ്. നടന്നു പോയാലും ശരി, ഓടിപ്പോയാലും ശരി, മറുഭാഗത്ത് ആദ്യം എത്തുന്ന ടീം ഏതാണോ അവരായിരിക്കും വിജയിക്കുന്നത്. പിന്നെ ബെസ്റ്റ് ഫ്രണ്ട് പേരിന്റെ പുരസ്കാരവും ലഭിക്കും. എല്ലാവരും ശ്രമിക്കുക, പക്ഷേ ഒന്ന് മാത്രം ശ്രദ്ധിക്കുക, ഫുട്ബോൾ താഴെ വീഴാൻ പാടില്ല. അനന്തരവന് ഒരു റൗണ്ടില് ജയിച്ചു, അടുത്ത റൗണ്ടിൽ എന്തായാലും ജയിക്കില്ല. ഇനി കണ്ടോ ഈ ചൊറിയുന്ന പൗഡറിന്റെ വിദ്യ. അമ്മാവാ, ഞാൻ ആ കാക്രാങ്കിളിനോട് പറഞ്ഞു അമ്മാവൻ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പറ്റില്ലാന്ന്. അങ്ങനെ പറഞ്ഞതിൽ എനിക്കിപ്പോ ഒത്തിരി വിഷമമുണ്ട്. ഞാനൊരു മോശം ചെറുക്കന്. നീ ഇങ്ങനെ കരയില്ലേ വിട്ടു, നിന്നെ കാണുമ്പോ എനിക്ക് കരച്ചിൽ വരുന്നു. Ready, steady, go. അയ്യോ അമ്മേ, പെട്ടെന്ന് എന്താ എനിക്കൊരു ചൊറിച്ചില് തുടങ്ങിയത്? അമ്മാവ, നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇങ്ങനെ ഇളകിക്കൊണ്ടിരുന്നാൽ ബോൾ താഴെ വീഴും അമ്മാവ. എന്റെ അനന്തരമാ, എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ഒരു മിനിറ്റ്, റൂൾസിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ താഴെ വീഴാതെ നോക്കിയാ മതി. എനിക്കൊരു ഐഡിയ തോന്നുന്നു. ജിമ്മിയുടെ ഫുട്ബോൾ താഴെ വീണിരിക്കുന്നു. അതുകൊണ്ട് ജിമ്മിയുടെ ടീം ഈ ഗെയിമിൽ നിന്നും ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കുകയാണ്. എത്ര നേരം ഈ അനന്തരവൻ ഈ ബോൾ താഴെ വീഴാതെ നോക്കുമെന്ന് എനിക്കൊന്നറിയണമല്ലോ. അങ്ങനെ ബിറ്റുവിന്റെ ഫുട്ബോളും താഴെ വീണിരിക്കുകയാണ്. അതുകൊണ്ട് ബിറ്റുവിന്റെ ടീമും ഈ ഗെയിമിൽ നിന്ന് ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കുന്നു. അമ്മാവ, നിങ്ങൾ എന്തിൽ മാത്രം എന്റെ കൂടെ നിന്ന് സഹായിച്ചാ മതി, പ്ലീസ്. അനന്തരവന്റെ ടീം ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് രണ്ടാമത്തെ റൗണ്ടിൽ വിജയിച്ചിരിക്കുകയാണ്. അമ്മാവനും അനന്തരവനും വേണ്ടി എല്ലാവരും നല്ലൊരു കയ്യടി കൊടുത്തേ. അയ്യോ അമ്മേ, ചൊറിഞ്ഞ് ചൊറിഞ്ഞ് എന്റെ ശരീരത്തിൽ തീ പൊള്ളലേറ്റത് പോലെയായി. പക്ഷെ ഈ ചൊറിച്ചില് ഇങ്ങനെയൊന്നും മാറില്ലെന്നാ തോന്നുന്നത്. ഈ വർഷത്തെ ബെസ്റ്റ് ഫ്രണ്ട്സ് പുരസ്കാരം നേടിയിരിക്കുന്നത് അമ്മാവനും അനന്തരവനും തന്നെയാണ്. ഇനി ഇവർ ഈ ഒരു സർപ്രൈസ് റൗണ്ട് കൂടി വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ടുത്തകരിലെ ലൈഫ് ടൈം ബെസ്റ്റ് ഫ്രണ്ട്സ് പെയർ എന്ന പദവി ഇവർക്ക് തന്നെ സ്വന്തമായിരിക്കും. എന്തായാലും ഈ കോമ്പറ്റീഷൻ പുറത്തായി. എന്നാലും ഈ അനന്തരവനെ ജയിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഈ ഗെയിമിന്റെ പേരാണ് ഉറിയടി. ഇതിൽ അമ്മാവൻ തന്റെ കണ്ണുകൾ മൂടിക്കെട്ടണം. പിന്നെ അനന്തരവൻ അമ്മാവനെ മൺകലത്തിനടുത്ത് എത്തിക്കുവാനുള്ള ക്ലൂ നൽകേണ്ടതാണ്. പക്ഷെ അനന്തരവൻ വാതുറന്നൊന്നും പറയാൻ പാടില്ല. അമ്മാവനെ മൺകലത്തിന് അടുത്ത് എത്തിക്കണം. പിന്നെ ഒറ്റയടിക്ക് മൺകലം പൊട്ടിക്കുകയും വേണം. ഈ ഗെയിമിലൂടെ ഈ ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ പരസ്പര ബന്ധത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു ഗെയിമിന് നിങ്ങൾക്ക് ലഭിക്കുന്നത് വെറും 1 മിനിറ്റ് മാത്രമായിരിക്കും. ഇത് നിങ്ങൾക്കുള്ള സമയം ആരംഭിച്ചിരിക്കുന്നു. സ്റ്റാർട്ട്. ഇത് ശരിയാവില്ല, കുറച്ച് കൂടുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഈ അമ്മാവനെ അനന്തരവനെയും ഒന്ന് തടസ്സപ്പെടുത്തിയേ പറ്റൂ. അയ്യോ, ഇതെന്തായി കേൾക്കുന്നത്? ഒരേ സമയത്ത് ധാരാളം വിസിലടി കേൾക്കുന്നുണ്ടല്ലോ. ഇതിൽ അനന്തരവന്റെ വിസിലടി ഏതായിരിക്കും? അത് ഞാൻ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? ബിട്ടുവും കൂട്ടുകാരും ചേർന്ന് ചീറ്റിംഗ് ചെയ്യുകയാണ്. എന്നാലും അങ്കിള് റൂൾസിൽ ഇങ്ങനൊന്നും അല്ലല്ലോ പറഞ്ഞിരുന്നത്. അമ്മാവനെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ലല്ലോ. അനന്തരവന്റെ അമ്മാവനേക്കാളും ഉഗ്രനായിട്ട് വേറൊരാളെ കിട്ടോ? ഇപ്പൊ കണ്ടോ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്? നിങ്ങളുടെ സ്വരൂപം എന്താന്ന് ഇപ്പൊ മനസ്സിലാവും. കളിയുടെ രസവും ഇതോടെ കൂടും. ഇനി വെറും 15 സെക്കൻഡ് മാത്രമാണ് ബാക്കിയുള്ളത്. അങ്ങനെ എന്റെ പ്ലാൻ ഇവിടെ വിജയിച്ചു. ഈ അനന്തരവൻ തോറ്റുപോവും.
ഐഡിയ. കാഗ്രാങ്കിള്, ഈ അനന്തരവൻ ചീറ്റിംഗ് ചെയ്തിരിക്കുന്നു. ഗാഗ്ര സാറേ, അമ്മാവന് ക്ലൂസ് നൽകണമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതിന് ജിലേബി ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. നമ്മുടെ പണ്ടൂർ നഗറിലെ ബെസ്റ്റ് ഫ്രണ്ട്സ് പുരസ്കാരത്തിന്റെ വിന്നേഴ്സ് നമുക്കേവർക്കും പ്രിയപ്പെട്ട അമ്മാവനും അനന്തരവനുമാണ്. നമ്മളോട് ഉടക്കാൻ വരുന്നവര് ഉടച്ച് കയ്യിൽ വെച്ച് തരും. എത്ര വിരുദ്ധന്മാരെയും മുട്ടുകുത്തിക്കുന്നവരാണ് ഈ അമ്മാവനും പിന്നെ അനന്തരവനും